ഇപ്പൊ വിളിച്ചിട്ട് വന്നു 5 ദിവസമായി. നിന്റെ കൂടെ തന്നെ വീട്ടിൽ തന്നെ സമ്മതിച്ചാ നമ്മള് വരട്ടെ ഫംഗ്ഷൻ ഇന്ന് രാത്രിയാ? ഇല്ല, 2-3 ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് പൈസ ഒപ്പിക്കണ്ടേ. അതിപ്പോ തവേ ഇപ്പൊ 1 ലക്ഷം രൂപ വേണമല്ലോ. ഓ, നീ വേറെ ആരെയും വിളിക്കണ്ട, നമ്മൾ രണ്ടുപേരെ മാത്രം. ഞാൻ സമാധാനം മിണ്ടാതിക്ക് ഐഫോൺ വിറ്റുള്ള ചെലവാണ്. ഒരു കിടിലൻ ഐഫോൺ ഒന്ന് ചാടി കേട്ടോ, സാധനം കൊള്ളാം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് പലരും എന്നെ വേണമെന്ന് പറഞ്ഞ് എന്നെ ഇടന്ന് വിളിക്കും, വേട് കൊണ്ടുവന്നു. പക്ഷേ എനിക്ക് എല്ലാവരും കൊടുക്കാൻ പറ്റില്ല, ആർക്കെങ്കിലും ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് സംഭവം ഞാൻ റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി ഇതിൻ്റെ ഐക്ലോഡ് കാര്യങ്ങളൊന്നും ഇല്ല. സംഭവം ഇനി ബൂട്ടായി കയറി വരണം, ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. കുറച്ച് ടൈം എടുക്കും, റീസെറ്റ് ചെയ്തതല്ലേ. സാധനം ബോഡി കണ്ടീഷൻ എല്ലാം കൊള്ളാം കേട്ടോ, അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പൊളിച്ച് പണിയത പീസൊന്നുമില്ല. ബാറ്ററി വരെ ചേഞ്ച് ചെയ്തിട്ടില്ല, ഒറിജിനൽ എന്നാണ് പറയുന്നത്. അപ്പം ആ ബാറ്ററി ഹെൽത്ത് എത്രയാണെന്നൊക്കെ ഒന്ന് അറിയണ്ടേ നമുക്ക്. എന്തായാലും ഐഫോൺ കൊള്ളാം, സാധനം സൂപ്പറായിട്ട് ഇരിപ്പുണ്ടേ. നമുക്ക് എൻ്റെ സെറ്റിങ്സിൽ കയറിയിട്ട് എൻ്റെ സ്റ്റോറേജ് ആദ്യം ഒന്ന് കൺഫേം ചെയ്യാം. ഐഫോൺ 11 അപ്ഡേറ്റ് ഉണ്ട്, 128 സ്റ്റോറേജ് ഉണ്ട്. ജസ്റ്റ് ബാറ്ററി ഹെൽത്ത് കൂടെ ഒന്ന് നോക്കണം അല്ലേ. ബാറ്ററി ഹെൽത്ത് എടുക്കുമ്പോഴും ഇതല്ല, ബാറ്ററി ഹെൽത്ത് 69 കേട്ടോ ബാറ്ററി ഹെൽത്ത്. അത് ബാറ്ററി ഒറിജിനലാണ്, കുറച്ച് കുറഞ്ഞ വില, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ചാർജൊക്കെ നിങ്ങൾക്ക് വെച്ച് ഉപയോഗിക്കാം, സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി ക്യാമറ ക്വാളിറ്റി നോക്കണ്ടേ, അത് നോക്കാതെ പോയാൽ വലിയൊരു ദുഃഖമായി പോവല്ല ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ ക്യാമറ എടുക്കുമ്പോൾ എല്ലാവരും, ഐഫോൺ എടുക്കുമ്പോൾ എല്ലാവരുടെ ഉദ്ദേശം ക്യാമറയിലോട്ടാണ് പോകുന്നത്. എൻ്റെ പൊന്നെ ഗൈസ്, സ്വർഗ്ഗം എന്ന് കേട്ടിട്ടുണ്ടോ? ഭൂമിയിലെ സ്വർഗ്ഗം, അത് ഐഫോൺ ആണെന്ന് പലരും പറയും. പക്ഷേ എനിക്ക് അതൊന്നുമല്ല കേട്ടോ. സംഭവം ക്യാമറ എന്ത് സെൽഫ് ക്യാമറയും ഫേസ് ക്യാമറയും എല്ലാം പൊളിയൻ.